അങ്ങക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ ജനപ്രാതിനിധ്യ നിയമത്തെക്കുറിച്ച് വ്യക്തതയുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. ആ ജനപ്രാതിനിധ്യ നിയമത്തിലെ 343 അല്ലെങ്കിൽ 244 ഒക്കെ വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ എന്താണ്? തെരഞ്ഞെടുപ്പിലെ ജീവനക്കാർ ഒരാൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേരിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, ജീവനക്കാരനാണ്. സംസ്ഥാന സർക്കാരിന്റെ യാതൊരുവിധ ഉത്തരവുകളും അംഗീകരിക്കാനോ നടപ്പിലാക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനില്ല. അത് അങ്ങ് മറന്നുപോരുത് എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കുക. അത് വഴിയേ അറിഞ്ഞോളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ വരുന്ന കോടിക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ട്രേഡ് യൂണിയൻ അംഗങ്ങളല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പൊ പറയേണ്ടായ മറുപടി, അതായത് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മാത്രമല്ലേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ, അവർ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കണ്ണൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെയും BJP-യുടെയും ഏജന്റുമാരെ ബൂത്തിനകത്തിരുത്താതെ അടിച്ചോടിക്കപ്പെടുന്ന സംഭവങ്ങൾ ഇപ്പോഴും നിലവിലുണ്ടല്ലോ. അവിടെ ബൂത്തിൽ കടക്കാൻ പോലും കോൺഗ്രസിനും BJP-ക്കും ഇപ്പോഴും സാധിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനപ്രകാരമാണോ അങ്ങനെ സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിലും പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലും ഏകപക്ഷീയമായി ഇലക്ഷനെ ഹൈജാക്ക് ചെയ്യുന്ന CPM-ന്റെ ഇത്തരം നടപടികൾ നടക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചതുകൊണ്ട് അവർ ഉത്തരവ് കൊടുത്തതുകൊണ്ടും നടക്കുന്ന കാര്യമാണോ? 90%, 95% ആൾക്കാർ വന്ന് വോട്ട് ചെയ്യുന്നു. മരിച്ചുപോയവരെ കാണാൻ വേണ്ടി ബന്ധുക്കൾ ദൂരെ വന്ന് കാത്തു നിൽക്കുന്നു. വോട്ടിന്റെ അന്ന് മരിച്ചുപോയവരെന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്നു. ഇതൊക്കെ കണ്ണൂർ പകൽ പോലെ വ്യക്തമായി നടക്കുന്ന കാര്യമല്ലേ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.